സാർ സെൻട്രൽ ലോക്ക് അല്ലേ? ആ, അതെനിക്കറിയാം. ദീസ് ആർ ദ മെമ്മറീസ് ഓഫ് മൈ ലൈഫ്. ഞാൻ എൻ്റെ പഴയ കാർ ഓർത്തുപോയി, അതാ കാര്യം. ഈ രവീന്ദ്രൻ നായർ കുടിക്കാൻ തുടങ്ങിയിട്ട് വർഷം 15 ഇതുവരെ കൺട്രോൾ വിട്ട പരിപാടിയില്ല. ഓക്കെ ഓക്കെ. കഷ്ടം. മമ്മി, ഈ മുളകിനെന്താ മുളക് എന്ന് പേരിട്ട? അതോ, എരിവുള്ളത് കൊണ്ട്. നീ അതൊന്നും എടുത്ത് കളിക്കല്ലേ മോളെ. എന്താ ഈ കാണിക്കണേ? ആ, നിനക്കിത്തിരി കുറുമ്പ് കൊണ്ട് കേട്ടോ. മമ്മി, പപ്പ വന്നു. മിണ്ടല്ലേ. ഓ സോറി, മാറിപ്പോയി. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, ഛേ എന്തിന്. എന്നാ എത്തി നോക്കാതിരിക്കാൻ പറ്റുമോ? അത് നമ്മൾ മലയാളികളുടെ അടിസ്ഥാനമായി പോയില്ലേ. മോളൂട്ടി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ? നമ്മൾ പറഞ്ഞു വന്ന മറ്റേ കാര്യം മറക്കല്ലേ. ഏത് കാര്യ? കണ്ടോ, ദേ അപ്പോഴേക്കും മറന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ഷൈമയുടെ ബോയ് ഫ്രണ്ടിന്റെ കാര്യമില്ലേ. മോള് വെച്ചോ, ഞാൻ വിളിച്ചോളാം. ഹലോ, സംഗതി എങ്ങനായടാ? അതെ, പുറത്തുനിന്ന് കുറച്ചോണ്ടിരിക്ക. അവിടെ കിടന്ന് കുറയ്ക്കട്ടെ. വാതിൽ പൂട്ടിയാ? ഒന്നും കേക്കാൻ വയ്യ. നീ കുറച്ച് ഉറക്കപ്പറ. കെട്ടിയവൻ പുറത്താണെങ്കിൽ എന്തിനാ പേടിക്കണത്? സ്വതന്ത്രയായില്ലേ, കുറച്ച് ഉറക്കപ്പറ. ഓ, അതൊരു ശീലമായി പോയല്ലേ. പുറത്തുനിന്ന് നിലവിളിച്ചോണ്ടിരിക്ക. അടുത്ത ഫ്ലാറ്റിലെ ആന്റിയോട് പറഞ്ഞ് ആള് കൂടാതെ ഞാൻ നോക്കിയിട്ടുണ്ട്. വരുന്നിടത്ത് വെച്ച് കാണാൻ തന്നെ തീരുമാനിച്ചു. ആ ധൈര്യം, അതാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറയാത്ത ബുദ്ധി വരെ പ്രവർത്തിച്ചു. കണ്ടാ, അപ്പൊ നിനക്ക് അറിയാഞ്ഞിട്ടല്ല. ഇനി നീ നോക്കിക്കോ, കാര്യങ്ങൾ ടകേന്ന് പറഞ്ഞ് റൂട്ടിൽ വരും. അതെ, ഇനി മോള് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് സുഖമായിട്ട് ഉറങ്ങിക്കോ. മോൾ ഉറങ്ങിയോ? പാവം ഒരുപാട് കരഞ്ഞു, ഒടുവിൽ തളർന്നുറങ്ങി. നമുക്കിനി ഈ മൂഡിൽ സംസാരിക്കണ്ട. അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പൊ വിളിച്ചോ. ഓക്കെ, സ്വീറ്റ് ഡ്രീം. അഡ്വക്കേറ്റ് രാഖി മേനോൻ. നമുക്കറിഞ്ഞൂടെ വിളിക്കൂന്ന്. ആദ്യം കണ്ടപ്പോ എന്തൊരു ജാടയായിരുന്നു. ഹായ്ഡാ, വീട്ടിലെപ്പോ എത്തി? 7 മണി കഴിഞ്ഞു. ടക്കേന്നും പറഞ്ഞ് പണി കഴിഞ്ഞ് വണ്ടി ഇറങ്ങിയപ്പോ എന്റെ മോൻ ഞെട്ടിയില്ലേ. ഒരു പരിചയമില്ലാത്ത എന്റെ കാറിൽ എന്നെ തന്നെ കയറ്റിയപ്പോ നീ ആള് മിടുക്കനാണെന്ന് അപ്പൊ തന്നെ എനിക്ക് ബോധ്യായി. ഒന്നുമില്ലെങ്കിലും ഞാനൊരു വക്കീലല്ലേ പൊന്നുമോനെ. അതൊക്കെ ഈ പ്രവീയുടെ ഒരു നാച്ചുറാലിറ്റി അല്ലേ മോനെ രാഖി മേനോനെ. ചിരിച്ചോ. ഈ നമ്പർ എല്ലായിടത്തും ഇറക്കല്ലേ. പണി കിട്ടുവേ മോനെ പ്രവീൺ കുമാറെ. ഞാൻ ആയതുകൊണ്ട് കേറി. നീ മാന്യമായി പെരുമാറി, അതും ഓക്കെ. മറ്റൊരു സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ കേറുവോ? അഥവാ കേറിയാ തന്നെ ഇങ്ങനാണോ നീ പെരുമാറുക? ആർക്കറിയാം. ഒന്നും ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നവനല്ല ഈ പ്രവി. എല്ലാം ചെയ്ത് കാണിക്കും. ഓക്കെ മാം, വേറെന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ എപ്പോഴാടാ ഇനി കാണുക? നാളെ ടൈം ഉണ്ടാവോ? ടൈം ഉണ്ടാവണമല്ലോ, ഉണ്ടാക്കണമല്ലോടാ കുട്ടാ. നമുക്ക് നാളെ രാവിലെ വിളിച്ച് പ്രോഗ്രാം ഫിക്സ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ബൈ. വക്കീലല്ലേ, കുരുട്ട് ബുദ്ധി ഉരുണ്ട് കേറും. ഇത്രയും പവറാ. ഹലോ, പറയടാ കുട്ടാ.